السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ വിശ്വാസം എന്തായിരിക്കണം, നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ ഏത് രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു പഠന പരമ്പരയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. നമുക്കറിയാം, നമ്മുടെ അടിസ്ഥാനം അത് വിശ്വാസകാര്യങ്ങളും ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കർമ്മപരമായ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള നമ്മുടെ ചില അടിസ്ഥാന തത്വങ്ങളുമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പരാജയമായി തീരും. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസകാര്യങ്ങൾ എന്തായിരിക്കണം, എങ്ങനെയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന വിഷയത്തിലുള്ള ഒരു പഠന പരമ്പര നാം ആരംഭിച്ചിട്ടുള്ളത്. പല ആളുകൾക്കും ഇസ്ലാമിൻ്റെ മറ്റു പല വിഷയങ്ങളിലും അത് കേൾക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പല ആളുകൾക്കും താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. യഥാർത്ഥത്തിൽ അത് വലിയ അപകടം ചെയ്യും. കാരണം നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പരലോകത്ത് നേട്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആദ്യ ഭാഗത്ത് നാം കൈകാര്യം ചെയ്യുന്നത് ഇസ്ലാമിലെ ശരിയായ വിശ്വാസ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി നാം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സാങ്കേതിക പദങ്ങളെ മനസ്സിലാക്കലാണ്. അതിലാദ്യം തന്നെ നാം ആദ്യത്തെ ദർസിൽ മനസ്സിലാക്കിയത് എന്താണ് അൽ അഖീദ എന്ന വിഷയമായിരുന്നു. അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ എന്നൊക്കെ പറയുമ്പോൾ അൽ അഖീദ എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഇഅ്തിഖാദ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യത്തെ ദർസിൽ മനസ്സിലാക്കി. അതിന് സമാനമായി പണ്ഡിതന്മാർ ഉപയോഗിച്ച മറ്റൊരു പദമായിരുന്നു ഉസൂലുദ്ദീൻ, മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ. അവിടെ എന്താണ് ഉസൂലുദ്ദീൻ, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ ആശയം എന്താണ് എന്ന് രണ്ടാമത്തെ ദർസിലും വിശദമായി മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദർസിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഉസൂലുദ്ദീൻ അതേപോലെ അൽ അഖീദ തുടങ്ങിയവയുടെ ഒരു പര്യായ പദമെന്നോണം ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് അസ്സുന്ന. സുന്നത്ത് എന്ന വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. അസ്സുന്ന, അലിഫ്ലാം ചേർത്തുകൊണ്ട് അസ്സുന്ന. ഇത് നമ്മുടെ വിശ്വാസ സംഹിതകളെ, അഥവാ ഒരു വിശ്വാസി വഴിതെറ്റിപ്പോകാതെ ശരിയായ രൂപത്തിൽ വിശ്വാസകാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, ആ വിഷയം കൈകാര്യം ചെയ്യുന്ന മേഖലയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അസ്സുന്ന. അതുകൊണ്ട് തന്നെ എന്താണ് അസ്സുന്ന, അതിൻ്റെ വാക്കർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അസ്സുന്ന എന്നത് ലുഗത്തൻ, ഭാഷാപരമായി സന്ന യസിന്നു ഔ യസുന്നു സന്നൻ, സന്ന യസിന്നു ഔ യസുന്നു സന്നൻ, ചര്യയാക്കുക, മാതൃകയാക്കുക, നടപടിക്രമമായി സ്വീകരിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ സന്നൽ അമ്ര എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാക്കുക, വിശദീകരിക്കുക, ബയ്യന എന്ന അർത്ഥമുണ്ട്. അപ്പോൾ സന്ന എന്ന് പറഞ്ഞാൽ മാതൃകയാക്കുക, ഒരു നടപടിക്രമമായി സ്വീകരിക്കുക, ചര്യയാക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് അസ്സുന്ന എന്ന പദം വന്നിട്ടുള്ളത്. ഇതിന് വ്യത്യസ്തമായ എന്നാൽ ഏകദേശം ആശയങ്ങളിൽ വിശദാംശങ്ങളിൽ യോജിക്കുന്ന വ്യത്യസ്ത അർത്ഥങ്ങൾ കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്ന് അത്വരീഖത്തുൽ മസ്ലൂക്ക, നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വഴി അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം, ഒരു നടപടിക്രമം, അതിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്. അത് അക്കാനത്ത് സവാഉൻ അക്കാനത്ത് മഹ്മൂദ അം മദ്മൂമ, ആക്ഷേപിക്കപ്പെട്ട വഴിയാണെങ്കിലും ശരി, സ്തുതിക്കപ്പെട്ട വഴിയാണെങ്കിലും ശരി, അഥവാ നല്ല വഴിയാണെങ്കിലും ശരി, ചീത്ത വഴിയാണെങ്കിലും ശരി, ഒരു വഴിയെ സൂചിപ്പിക്കുവാൻ അസ്സുന്ന എന്ന പദം ഉപയോഗിക്കും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അതിനുള്ളൊരു തെളിവാണ്
ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ നല്ല ഒരു ചര്യ നടപ്പിൽ വരുത്തിയാൽ, അവിടെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്നാണ് പറഞ്ഞത്. അതേ ഹദീസിൽ വീണ്ടും കാണാം, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ മോശമായ ഒരു നടപടിക്രമം ആചാരമായി കൊണ്ടുവന്നാൽ, അവിടെയും സന്ന എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അവിടെ സുന്നത്തൻ സയ്യിഅത്തൻ എന്ന് പറഞ്ഞു, ചീത്തയായ ചര്യ. അപ്പോൾ ഒരു ചര്യ, ഒരു വഴി, ഒരു രീതി എന്നുള്ള നിലക്ക് അത് നല്ലതാവട്ടെ ചീത്തയാകട്ടെ അതിന് സുന്ന എന്ന പദം ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തത് അസ്സീറ, ഒരാളുടെ ചരിത്രം, അതല്ലെങ്കിൽ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സുന്നത്ത് എന്ന് പറയും. ഉദാഹരണത്തിന് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? അതുകൊണ്ടുള്ള ഉദ്ദേശം സീറത്തുഹുല്ലത്തി കാന യതഹറാഹ, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന ചര്യകൾക്കും മാതൃകകൾക്കുമാണ് അവിടെ സുന്നത്ത് എന്ന് പറയുന്നത്. ഫമാ സബത അൻഹു മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ വസ്ഫിൻ ഔ തഖ്രീറിൻ ഖീല ലഹു സുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ, പ്രവൃത്തി, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, പ്രവാചകൻ്റെ വസ്ഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം തുടങ്ങിയവക്കൊക്കെ സുന്നത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് വിഖ്യാതനായ ഭാഷാ പണ്ഡിതൻ ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വഖദ് തകററ ഫിൽ ഹദീസ് ദിക്റു സുന്ന വമാ തസറഫ മിൻഹ വൽ അസ്ലു മിൻഹ അസ്സീറ വത്വരീഖ. സുന്ന എന്ന പദം ധാരാളമായി നമുക്ക് ഹദീസുകളിലും മറ്റും കാണാം. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് ഒരു വഴിയാണ്, അതല്ലെങ്കിൽ ഒരാൾ ജീവിച്ച ജീവിത രീതിക്കാണ് യഥാർത്ഥത്തിൽ അസ്സുന്ന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് മൂന്നാമതൊരർത്ഥമുണ്ട്, അൽ ആദ, പതിവ്. ഒരാൾ പതിവാക്കിയ ദിനചര്യകൾക്കോ പതിവാക്കിയ കാര്യങ്ങൾക്കോ അത് പറയുന്നതാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രായിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമത്തെ സംബന്ധിച്ച് പതിവായി അള്ളാഹു സൃഷ്ടികളിൽ അവൻ്റെ അടിമകളിൽ നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത്, സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ വലാ തജിദു ലിസുന്നതിനാ തഹ്വീല. നബിയെ, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ വിഷയത്തിൽ നാം സ്വീകരിച്ച നടപടിക്രമം, പതിവ്, ആ പതിവിന് യാതൊരു വ്യതിയാനവും താങ്കൾ കണ്ടെത്തുകയില്ല. അപ്പോൾ പതിവായി ആദത്തായി ചെയ്തു വരുന്ന കാര്യങ്ങൾക്കും സുന്നത്ത് എന്ന് പറയുന്നതാണ്. അപ്പോൾ വഴി നല്ലതാകട്ടെ ചീത്തയാകട്ടെ, ഒരാളുടെ ജീവിത രീതി, ചര്യ, അതേപോലെ തന്നെ ആദത്ത്, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ സുന്നത്ത് എന്ന് പറയും. എന്നാൽ സാങ്കേതികമായി മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ അമ്മ സുന്നത്തു ഇൻദൽ ഉസൂലിയീൻ, ഉസൂലിയീങ്ങളുടെ അഥവാ ഉസൂലി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും മൻഹജിനെയും വിശദീകരിക്കുന്ന, അതിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർക്കാണ് അങ്ങനെ പറയുന്നത്. ഉസൂലി എന്ന് പറഞ്ഞാൽ അസ്ല് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ. അവർക്കിടയിൽ അസ്സുന്ന എന്ന് പറഞ്ഞാൽ ഫഹിയ മാ ഖാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഫഅലഹു ഔ ഖററ അലൈഹി, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതോ പ്രവർത്തിച്ചതോ അംഗീകരിച്ചതോ ആയ കാര്യങ്ങൾക്കാണ് അസ്സുന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷയിലും ചര്യ നടപടിക്രമം എന്നാണ് അസ്സുന്ന എന്നതിൻ്റെ അർത്ഥം. ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ അസ്സുന്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമാണ് അസ്സുന്ന എന്ന് പറയുന്നത്. എങ്കിൽ അഖീദയുമായി ബന്ധപ്പെട്ട, ഉസൂലുദ്ദീനുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളെ അസ്സുന്ന എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വിശ്വാസകാര്യങ്ങളുമുണ്ട്, കർമ്മകാര്യങ്ങളുമുണ്ട്. വിശ്വാസകാര്യങ്ങളുമുണ്ട്, കർമ്മകാര്യങ്ങളുമുണ്ട്. എന്നിട്ടും അടിസ്ഥാന വിശ്വാസകാര്യങ്ങളെയും അടിസ്ഥാനപരമായ വഴികളെയും മൻഹജിനെയും വിശദീകരിക്കുന്നിടത്ത് അസ്സുന്ന എന്ന പദം ഉപയോഗിക്കപ്പെടാനുള്ള കാരണം എന്താണ്? മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വലഫ്ളു സുന്ന ഫി കലാമി സലഫ് യതനാവലു സുന്നത ഫിൽ ഇബാദാത്ത് വഫിൽ ഇഅ്തിഖാദാത്ത്. അസ്സുന്ന എന്ന പദം സലഫുകൾ അസ്സുന്ന എന്ന് പ്രയോഗിച്ചാൽ അതിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇബാദാത്തുകൾ, ആരാധനകൾ, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. അതേപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ വ ഇൻ കാന കസീറും മിമ്മൻ സന്നഫ ഫിസ്സുന്ന യഖ്സുദൂനൽ കലാം ഫിൽ ഇഅ്തിഖാദാത്ത്,
എന്നാൽ അസ്സുന്ന എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതന്മാരൊക്കെ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എത്തിഖാദാത്തുകളായ വിശ്വാസപരമായ കാര്യങ്ങളെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അസ്സുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബിയുടെ ഇബാദാത്തുകളും എത്തിഖാദാത്തുകളും വിശ്വാസകാര്യങ്ങളും ഉൾപ്പെടുമെങ്കിലും മഹാപണ്ഡിതന്മാർ അസ്സുന്ന എന്ന നാമത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയത് വിശ്വാസകാര്യങ്ങളെ പ്രത്യേകം വിശദീകരിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അസ്സുന്ന എന്ന് പറഞ്ഞാൽ ഉലമാക്കൾക്കിടയിൽ ഇത്തിബാഉൽ അഖീദത്തി സ്വഹീഹ, ശരിയായ അഖീദയെ. കാരണം നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ് ഏത് വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, അത് വിശ്വാസ കാര്യത്തിലാകട്ടെ കർമ്മകാര്യത്തിലാകട്ടെ. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ പല കക്ഷികളും ഈ മഹത്തായ സുന്നത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിശ്വാസകാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. അതിൽ പല വ്യതിയാനങ്ങളും ഉണ്ടാക്കി, ദുർവ്യാഖ്യാനങ്ങൾ നടത്തി. അങ്ങനെ പല കക്ഷികളും ഗൗരവതരമായ അഭിപ്രായ വ്യത്യാസങ്ങളുമായി പിരിഞ്ഞുപോയി. അപ്പോൾ അവിടെ യഥാർത്ഥ അഖീദ ഇന്നതാണ്, യഥാർത്ഥ വിശ്വാസകാര്യങ്ങൾ ഇന്നതാണ് എന്ന് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അവർ ശരിയായ അഖീദക്ക് അസ്സുന്ന എന്ന് നാമകരണം നൽകിയത്. അതുകൊണ്ടാണ് അസ്സുന്ന എന്ന് പറഞ്ഞാൽ സലഫുകൾ അതിനെ മനസ്സിലാക്കിയത് ഇത്തിബാഉൽ അഖീദത്തി സ്വഹീഹ, ശരിയായ അഖീദയെ സ്വീകരിക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സ്വീകരിച്ച വഴി സ്വീകരിക്കുക എന്നതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, വിഖ്യാതനായ ആ പണ്ഡിതൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, അസ്സുന്ന എന്ന് പറഞ്ഞാൽ ത്വരീഖത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി കാന അലൈഹാ ഹുവ വ അസ്ഹാബുഹു. നബിയും സ്വഹാബികളും ഏതൊരു വഴിയിലാണോ ഉണ്ടായിട്ടുള്ളത്, ഏതൊരു മാർഗമാണോ സ്വീകരിച്ചത്, അതിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അസ്സാലിമത്തു മിന ശുബ്ഹാത്തി വശഹവാത്ത്, ശുബ്ഹാത്തുകളിൽ നിന്ന് അഥവാ ആശയപരമായ വൈകല്യങ്ങളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മറ്റു സംശയങ്ങളിൽ നിന്നും വ്യതിയാനങ്ങളിൽ നിന്നും അത് മുക്തമാണ്. അതേപോലെ തന്നെ ഷഹവാത്തുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, വൈകാരികമായ അബദ്ധങ്ങളിൽ നിന്നും അത് മുക്തമാണ്. ആ നിലക്ക് മുക്തമായതാണ് നബിയും സഹാബത്തും നിലകൊണ്ട നിലപാട്. ആ നിലപാടിനാണ് നമ്മൾ അസ്സുന്ന എന്ന് പറയുന്നത്. സുമ്മ സ്വാറത് ഫി ഉർഫിൻ കസീരിൻ മിനൽ ഉലമാഇ മിൻ അഹ്ലിൽ ഹദീസ് വഗൈരിഹിം അസ്സുന്ന ഇബാറ അമ്മാ സലിമ മിന ശുബ്ഹാത്തി ഫിൽ ഇഅ്തിഖാദാത്ത്. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അത് ഉപയോഗിച്ച് അത് ഏത് വിഷയത്തിൽ അറിയപ്പെടാൻ തുടങ്ങി? അസ്സുന്ന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇഅ്തിഖാദിയായ വിഷയങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും ചര്യയെ വിശദീകരിക്കുവാൻ വേണ്ടി മാത്രം ആ പദം പിൽക്കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ആ പദം എല്ലാം ഉൾക്കൊള്ളുന്നതാണെങ്കിലും, നബിയുടെ എല്ലാ ചര്യകളും ഉൾക്കൊള്ളുന്നതാണെങ്കിലും വിശ്വാസരംഗത്താണ് പല വ്യതിയാനങ്ങളും വൈകല്യങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് വിശ്വാസരംഗത്തെ ശരിയായ നിലപാട് സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ അസ്സുന്ന എന്ന പദം ഉപയോഗിക്കപ്പെട്ടു. ഖാസ്സതൻ ഫി മസായിലിൽ ഈമാനി ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ കദാലിക മസായിലിൽ ഖദ്രി വ ഫളായിലിസ് സ്വഹാബ. ഈമാൻ കാര്യങ്ങൾ, 6 ഈമാൻ കാര്യങ്ങളിലും സ്വഹാബത്തിൻ്റെ ഫള് വിശദീകരിക്കുന്നിടത്തുമൊക്കെ തന്നെ പലരും പിഴച്ചുപോയപ്പോൾ അതിലുള്ള ശരിയായ നിലപാട് വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ആ ശരിയായ വിശ്വാസ കാര്യങ്ങളെ വിശദീകരിക്കുവാൻ വേണ്ടി അസ്സുന്ന എന്ന പദം ഉപയോഗിച്ചു. വസന്നഫു ഫി ഹാദൽ ഇൽമി തസാനീഫ് വസമ്മൂഹ കുതുബസ്സുന്ന. അങ്ങനെ അവർ ഈ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി അവയെ സുന്നത്തിൻ്റെ കിതാബ് എന്ന് അവർ നാമകരണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ചര്യകൾക്കും അസ്സുന്ന എന്ന് പറയുമെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങളെ ഗൗരവതരമായി ചർച്ച ചെയ്യുന്ന ആ ഒരു മേഖലയെ മാത്രമായി അസ്സുന്ന എന്ന് വിളിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ആ പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇബ്നു അബി ഷൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 235 വഫാത്തായ അദ്ദേഹത്തിന് അസ്സുന്ന എന്ന ഒരു കിതാബുണ്ട്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനും അസ്സുന്ന എന്ന ഒരു കിതാബുണ്ട്. അതേപോലെ തന്നെ അസ്സുന്നത്തു ലിൽ അസ്രം എന്ന് പറയുന്ന അബൂബക്കർ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹാനി അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനും അസ്സുന്ന എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതേപോലെ തന്നെ അബി അലി ഹൻബൽ ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഹംബൽ ഇബ്നു ഹിലാൽ
എന്ന് പറയുന്ന മഹാപണ്ഡിതനും ഇതേ നാമത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വേറെയും ധാരാളം പണ്ഡിതന്മാർ അസ്സുന്ന എന്ന നാമത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉസൂലുസുന്ന അതല്ലെങ്കിൽ അസ്സുന്ന അല്ലെങ്കിൽ അഖീദത്തു അഹ്ലിസുന്ന എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സുന്ന എന്ന് പറഞ്ഞാൽ വ്യതിയാനങ്ങളില്ലാത്ത, കലർപ്പില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ച മാർഗമാണ്. അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഉണ്ടെങ്കിലും വിശ്വാസരംഗം വളരെ പ്രധാനപ്പെട്ടതിനാലും വിശ്വാസരംഗത്താണ് പല വൈകല്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നതിനാലും വിശ്വാസരംഗത്തെ ശരിയായ മൻഹജിനെ വിശദീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അസ്സുന്ന എന്ന് യഥാർത്ഥ വിശ്വാസ സംഹിതകളെ വിശദീകരിക്കുന്ന ആ ഒരു മേഖലക്ക് പണ്ഡിതന്മാർ പേര് നൽകി. അതുകൊണ്ട് ഗ്രന്ഥങ്ങൾക്ക് അവർ അസ്സുന്ന എന്ന് പേര് നൽകി. അതേപോലെ തന്നെ അഖീദ വിശദീകരിക്കുന്ന അവരുടേതായ പ്രഭാഷണങ്ങൾക്കും അതേപോലെ അവരുടേതായ എഴുത്തുകൾക്കുമൊക്കെ അവർ അസ്സുന്ന എന്ന് നാമകരണം നൽകുകയും ചെയ്തു. അത് ഇന്നും തുടർന്നു പോരുന്നു. അതുകൊണ്ട് തന്നെ അസ്സുന്ന എന്നത് ഉസൂലുദ്ദീനിൻ്റെ ഒരു പര്യായ പദമായി ഉപയോഗിക്കുന്നതാണ്. അല്ല അഖീദ എന്ന അല്ലെങ്കിൽ ഇഅ്തിഖാദ് എന്നതിനും പര്യായ പദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് അസ്സുന്ന. അപ്പോൾ 3 അടിസ്ഥാനപരമായ വാക്കുകൾ, സാങ്കേതികമായ വാക്കുകൾ നമ്മൾ പഠിച്ചു. 3ഉം പര്യായ പദങ്ങളാണ്. 3 കൊണ്ടും ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളുടെ വിശ്വാസം എന്തായിരിക്കണം, നബിയും സ്വഹാബികളും നമുക്ക് കാണിച്ചു തന്ന അടിസ്ഥാന വിശ്വാസ സംഹിതകൾ എന്താണ്, അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന മേഖലയാണ്. അതിന് 1ാമത്തെ പദം അൽ അഖീദ, അതേപോലെ തന്നെ ഉസൂലുദ്ദീൻ എന്ന് ഉപയോഗിക്കാം, അതേപോലെ തന്നെ അസ്സുന്ന എന്ന് ഉപയോഗിക്കാം. അതിൻ്റെ ഭാഷയിലും സാങ്കേതികമായ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങളെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനുമൊക്കെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.